കൂവാകം കൂത്താണ്ടവർ ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നത്. ഏപ്രിൽ 22 കള്ളിക്കുറിച്ചി ജില്ലയിലെ കൂവാകം കൂത്താണ്ടർ ക്ഷേത്രത്തിൽ തിരുനങ്ങകൾ അരാവനെ തങ്ങളുടെ ഭർത്താവായി സങ്കല്പിച്ച് ഒരു ദിവസം താലി കെട്ടി സന്തോഷത്തോടെ ഇരിക്കും. അടുത്ത ദിവസം താലിയർത്ത് വിധവകളായി അവർ കരയും. ഈ തിരുനങ്ങകൾ എന്നാൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ് അർത്ഥം. അവർ സുന്ദരികളായി ഈ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങി വരുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്ന ട്രെൻഡിംഗ് ആയിട്ടുള്ള കാര്യം. വിചിത്രമായ ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് ട്രാൻസ്ജെൻഡർ സഹോദരിമാരാണ് എത്തുന്നത്. അപ്പോ നമുക്ക് ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. ഭാരതീയ പുരാണത്തിലെ മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ട് മനോഹരവും എന്നാൽ ഹൃദയഭേദകവുമായ ഒരു കഥയുണ്ട് ഇതിന് പിന്നില്. അരാവൻ, അതായത് ഐരാവതം എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ആചാരങ്ങൾ നടക്കുന്നത്. പാണ്ഡുപുത്രനായ അർജുനനും നാഗകന്യകയായ ഉരൂപിക്കും ജനിച്ച പുത്രനാണ് അരാവൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരുടെ വിജയം ഉറപ്പാക്കാൻ ഒരു രാജകുമാരനെ ബലി നൽകണമെന്ന് ജ്യോതിഷികൾ വിധിച്ചു. ഇതിനായി പാണ്ഡവ വശത്ത് നിന്ന് സ്വയം സന്നദ്ധനായി മുന്നോട്ട് വന്നത് അരാവനായിരുന്നു. 3 ആഗ്രഹങ്ങളായിരുന്നു താൻ സ്വയം ബലി നൽകുന്നതിന് മുൻപായി അരാവൻ ചോദിച്ചത്. 1, വീരമൃത്യു, യുദ്ധകളത്തിൽ വെച്ച് തന്നെ വധിക്കണം. 2, യുദ്ധം മുഴുവൻ കാണാൻ തനിക്ക് സാധിക്കണം. അരാവന്റെ ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ബലിക്ക് ശേഷവും അരാവന്റെ തല ഒരു തൂണിൽ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പിന്നുള്ളത്, മരിക്കുന്ന സമയത്ത് അരാവൻ വിവാഹിതനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും വിവാഹിതനായി ജീവിക്കണമെന്നുള്ളത് അരാവന്റെ ആഗ്രഹത്തിൽ പെടുന്നതായിരുന്നു. അരാവന്റെ 3ാമത്തെ ആഗ്രഹം സാധിക്കുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. പിറ്റേന്ന് മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ ഒരു സ്ത്രീയും അന്ന് തയ്യാറായിരുന്നില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി മഹാവിഷ്ണു മുന്നോട്ട് വന്നു. അദ്ദേഹം സ്വയം മോഹിനി എന്ന സുന്ദരിയുടെ രൂപം ധരിക്കുകയും അരാവനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഒരു രാത്രി മാത്രമായിരുന്നു ദാമ്പത്യം നീണ്ടു നിന്നിരുന്നത്. അരാവനും മോഹിനിയും ആ രാത്രി ദമ്പതികളായി കഴിഞ്ഞു. പിറ്റേന്ന് സൂര്യോദയത്തോടെ അരാവൻ തന്റെ ജീവൻ ബലിയായി നൽകി. ആ സമയം തന്റെ ഭർത്താവ് മരിച്ചതിന്റെ വേദനയിൽ മോഹിനി തന്റെ താലി അറുത്തുമാറ്റി വളകൾ പൊട്ടിച്ച് ഒരു വിധവയെ പോലെ വിലപിച്ചു. ഈ പുരാതന കഥയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ കാണുന്ന സുന്ദരികളൊക്കെ കൂവാകത്ത് എത്തുന്നത്. അവർ തങ്ങളെ തന്നെ മോഹിനിയുടെ പ്രതിരൂപങ്ങളായിട്ടാണ് കാണുന്നത്. ക്ഷേത്രത്തിലെ പൂജാരി അരാവന്റെ പ്രതിരൂപമായി നിന്ന് അവർക്ക് താലി കെട്ടുന്നു. ആ രാത്രി ഈ സുന്ദരിമാർ നവവധുക്കളെ പോലെ ആഘോഷിക്കുന്നു. അടുത്ത ദിവസം അരാവന്റെ ബലി, അതായത് മരണം നടക്കുമ്പോൾ അവർ താലിയറുത്ത് വിധവകളായി മാറുന്ന ചടങ്ങ് അനുഷ്ഠിക്കുന്നു. ഇത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തിന്റെയും സ്വത്വത്തിന്റെയും ഭാഗം തന്നെയാണ്. അവിടെ അന്നത്തെ ദിവസം ഇത് കൂടാതെ കുറെ അധികം വിശേഷങ്ങളുണ്ട്. മിസ് കൂവാകം മത്സരമാണ് അതിൽ പ്രധാനപ്പെട്ടത്. കൂവാകം ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡർ സുന്ദരിമാർ ഈ സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കും. കൂവാകത്തെ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് അരാവന്റെ കൂറ്റൻ രൂപമാണ്. വലിയൊരു മരത്തടിയിൽ കൊത്തിയെടുത്ത അരാവന്റെ തല ക്ഷേത്രമുറ്റത്ത് പ്രതിഷ്ഠിക്കും. ബലിക്ക് മുൻപ് അരാവൻ യുദ്ധം കാണാൻ ആഗ്രഹിച്ചതിന്റെ പ്രതീകമാണിത്. ഉത്സവം അവസാനിക്കുമ്പോൾ ഈ രൂപം തമിഴ്നാട്ടിലെ പ്രധാന തെരുവുകളിലൂടെ എഴുന്നള്ളിക്കുന്നുണ്ട്. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് പണ്ട് ട്രാൻസ്ജെൻഡറുകളെ അലി എന്ന് വിളിച്ചിരുന്നത്. അരാവന്റെ ആരാധകർ എന്ന അർത്ഥത്തിലാണ് ഈ വിളി വന്നത്. എന്നാൽ ഇന്ന് തിരുനങ്കൈ എന്ന ബഹുമാന സൂചകമായ പേരാണ് തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി ട്രാൻസ്ജെൻഡേഴ്സിന് നൽകിയിരിക്കുന്നത്. കൂവാകത്ത് കിട്ടുന്ന താലി സാധാരണ സ്വർണ്ണ താലിയല്ല, മഞ്ഞൾ തേച്ച് നൂലിൽ കോർത്ത താലിയാണ് പൂജാരി കെട്ടിക്കൊടുക്കുന്നത്. ആ ഒരു രാത്രി അവർ തങ്ങളുടെ ഭർത്താവായ അരാവന് വേണ്ടി പാട്ടുപാടിയും നൃത്തം ചെയ്തും ആഘോഷിക്കുന്നു. പിറ്റേന്ന് പുലർച്ചെ അരാവന്റെ തേര് വലിച്ചു തുടങ്ങുമ്പോൾ ആഘോഷങ്ങൾ അവസാനിക്കുകയും വിലാപങ്ങൾ തുടങ്ങുകയും ചെയ്യും. അരാവന്റെ ബലി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ചടങ്ങ് നടക്കുമ്പോൾ ആയിരക്കണക്കിന് സുന്ദരികൾ ഒരേ സമയം തങ്ങളുടെ വളകൾ ഉടയ്ക്കുകയും താലി അറുത്തു മാറ്റുകയും ചെയ്യുന്നു. അവർ വിധവകളായി മാറുന്ന ആ കാഴ്ച അതിശക്തമായ ഒരു വൈകാരിക അനുഭവം തന്നെയാണ്. തങ്ങളുടെ ജീവിതത്തിലെ ഏകാന്തതയും അതുപോലെ തന്നെ വേദനകളെയും ഒക്കെയാണ് അരാവന്റെ വേർപാടിലൂടെ അവർ പുറത്തേക്ക് ഒഴുക്കുന്നതെന്നാണ് വിശ്വാസം.